നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ശരണ്യ നന്ദകുമാറിനെ അറിയാത്ത സോഷ്യൽ മീഡിയ യൂസേഴ്സ് കുറവായിരിക്കും. വർഷങ്ങളായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ശരണ്യയുടെ വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത്. വരനാകട്ടെ മിനിസ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രിയങ്കരൻ. ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയൽ നടൻ അനന്തകൃഷ്ണനാണ് ശരണ്യയുടെ വരനായി എത്തിയത്. അനന്തകൃഷ്ണൻ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അത്ര പിടികിട്ടിയില്ലെന്ന് വരാം. ചന്ദ്രകാന്തം സീരിയലിലെ അർജുൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. നിരന്തരമായി കാണുന്നതിൽ നിന്നും വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രമായിരുന്നു ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ അർജുൻ. ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത്. തന്റെ ജീവിത സഖിയെ സ്വന്തമാക്കിയ സന്തോഷ വാർത്തയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസമായിരുന്നു നടന്റെ വിവാഹം നടന്നത്. വർഷങ്ങളായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ശരണ്യ നന്ദകുമാറിനെയാണ് അനന്തകൃഷ്ണൻ വിവാഹം കഴിച്ചത്. ശരണ്യ ഫാഷൻ ഫൺ ബ്ലോഗറാണ്. നിരവധി ആരാധകരാണ് ശരണ്യയ്ക്കുള്ളത്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത്. ശരണ്യ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അനന്തവുമായുള്ള വിവാഹ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നുവെങ്കിലും അധികം ആരും അറിഞ്ഞിരുന്നില്ല. ശേഷം അനന്തു തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴാണ് ആരാധകരിൽ ഭൂരിഭാഗം പേരും ഈ സന്തോഷ വാർത്ത അറിഞ്ഞത്. ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായിട്ടായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. അത്രയ്ക്കും സന്തോഷം നിറഞ്ഞ നിമിഷം എന്നാണ് ശരണ്യ വിവാഹശേഷം പ്രതികരിച്ചത്. ശരണ്യ അനന്തുവിനെ പ്രപ്പോസ് ചെയ്ത വീഡിയോ ഒക്കെ വൈറലായി മാറിയിരുന്നു. 9 വർഷം നീണ്ട പ്രണയം പൂവണിഞ്ഞ നിമിഷമായിരുന്നു. ഏറെ നാളായി നമ്മൾ കണ്ട സ്വപ്നമാണ് ഇപ്പോൾ സഫലീകരിച്ചത്. തന്റെ കരിയറിൽ ഒരുപാട് സഹായിച്ച ആളാണ് അനന്തു എന്നാണ് ശരണ്യ പറഞ്ഞത്. ശരണ്യയുടെ സൂപ്പർ സീനിയറായി പഠിച്ച ആളാണ് അനന്തു. യൂട്യൂബ് ജേണിയിലും കരിയറിലെ വളർച്ചയിലും അനന്തു വഹിച്ച പങ്ക് ചെറുതല്ല എന്നാണ് ശരണ്യ പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും അനന്തു കാരണമെന്നും ശരണ്യ പറയുന്നുണ്ട്. സീരിയൽ ലോകം അണിനിരുന്ന വിവാഹത്തിന് പ്രമുഖ യൂട്യൂബേഴ്സും പങ്കെടുക്കാൻ എത്തിയിരുന്നു. ആശംസകൾ കൊണ്ട് നിറയുകയാണ് ശരണ്യയുടെ സോഷ്യൽ മീഡിയ പേജ്. ശരണ്യ ഒരു വ്ളോഗറാക്കി മാറ്റിയത് പോലും അനന്തുവിന്റെ പ്രോത്സാഹനവും പിന്തുണയുമാണെന്ന് ശരണ്യ മുൻപ് പറഞ്ഞിട്ടുണ്ട്. വിവാഹം ലളിതമായിട്ടായിരുന്നുവെങ്കിലും ഏതാനും മാസങ്ങൾക്ക് മുൻപേ നടന്ന ഇവരുടെ വിവാഹ നിശ്ചയം അതിഗംഭീരമായിട്ടായിരുന്നു നടന്നത്. ഒരു എൻഗേജ്മെന്റ് എന്നതിനപ്പുറം പാട്ടും ഡാൻസും കലാപരിപാടികളും വടംവലി മത്സരവും ഒക്കെയായി മൊത്തത്തിൽ ആഘോഷമായിരുന്നു ശരണ്യ നന്ദകുമാറിന്റെയും അനന്തുവിന്റെയും വിവാഹ നിശ്ചയം. ഡെക്കറേഷനും ഡ്രസ്സിംഗും മാത്രമല്ല കലാപരിപാടികളും വിവാഹ നിശ്ചയത്തിൽ അരങ്ങേറി. നാഗവല്ലിയായി ശരണ്യയും നകുലനായി അനന്തുവും അഭിനയിച്ചതെല്ലാം കയ്യടി നേടി. അതേസമയം അത് കഴിഞ്ഞ വടംവലിയായിരുന്നു. പെൺവീട്ടുകാരും ചെറുക്കൻ വീട്ടുകാരും തമ്മിലുള്ള വടംവലി മത്സരത്തിൽ ജയിച്ചത് ചെറുക്കന്റെ ടീം തന്നെയാണ്. കാർത്തിക് സൂര്യ അടക്കമുള്ള സംഘമാണ് ശരണ്യയുടെ ഭാഗത്തു നിന്ന് വടംവലി സംഘത്തിൽ ഉണ്ടായിരുന്നത്. വലിക്ക് അച്ഛ, വിട്ടുകൊടുക്കരുത് എന്നൊക്കെ ശരണ്യ വിളിച്ചു പറയുന്നത് കേൾക്കാം. ചെറുക്കന്റെ ടീമിൽ മൊത്തം ജിമ്മന്മാരായിരുന്നു. തടിയെടുക്കാൻ പോകുന്നവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണെന്നാണ് അതിന് കാർത്തിക് സൂര്യ പറഞ്ഞത്. അതിനുശേഷം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഡാൻസ് പരിപാടികളായിരുന്നു. ആട്ടവും പാട്ടും നിറഞ്ഞ ആഘോഷം തന്നെയായിരുന്നു വിവാഹ നിശ്ചയം. രാത്രി DJ പാർട്ടിയിലൂടെയാണ് എൻഗേജ്മെന്റ് കലാപരിപാടികൾ അവസാനിച്ചത്. ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം എൻജോയ് ചെയ്ത എൻഗേജ്മെന്റ് ആണിതെന്ന് പങ്കെടുത്തവരും പറഞ്ഞു. 9 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ശരണ്യയും അനന്തവും ഒന്നിക്കുന്നത്. കോളേജിൽ വെച്ചുള്ള പരിചയമായിരുന്നു. അത് സൗഹൃദമായി പിന്നീട് പ്രണയത്തിലേക്ക് വളർന്നു. താനൊരു യൂട്യൂബർ ആകാനുള്ള കാരണം അനന്തുവാണെന്ന് ശരണ്യ പറഞ്ഞിട്ടുണ്ട്. അത്രയധികം പിന്തുണ നൽകുന്ന ആളാണ് അനന്തു. വിവാഹം ചെയ്യാൻ പോകുന്ന ആളെ പ്രപ്പോസ് ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ശരണ്യ സർപ്രൈസായി പ്രപ്പോസ് ചെയ്ത വീഡിയോയാണ് വിവാഹം അനൗൺസ് ചെയ്തുകൊണ്ട് നേരത്തെ പുറത്തുവിട്ടിരുന്നത്. ഞങ്ങൾക്കിടയിൽ അടിയും വഴക്കും ഒക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷേ അത്യന്തമായി പ്രണയമാണ് പ്രധാനമെന്നാണ് ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നത്. ശരണ്യയുടെ പ്രപ്പോസ് തനിക്കും ശരിക്കും ഇമോഷണൽ ആയിരുന്നു എന്ന് അനന്തു അന്ന് പറഞ്ഞിരുന്നു. കണ്ണു നിറഞ്ഞു, പക്ഷെ അത് ക്യാമറയിൽ കണ്ടില്ല. വിൽ യു മാരി മീ എന്ന് ശരണ്യ ചോദിച്ചപ്പോൾ പിന്നല്ലാണ്ട് എന്നായിരുന്നു അനന്തുവിന്റെ മറുപടി. ശരണ്യയുടെ മുക്കുത്തിയാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. ആദ്യം കണ്ടപ്പോൾ ഒരു ശോഭനയുടെ ഫേസ് കട്ടൊക്കെ തോന്നിയിരുന്നു. ഞാൻ അക്കാലത്ത് വലിയ ശോഭന ഫാനാണ്. അങ്ങനെയാണ് ശ്രദ്ധിച്ചത് എന്നായിരുന്നു ശരണ്യയോട് ആദ്യം പ്രണയം തോന്നിയതിനെ കുറിച്ച് അനന്തു പറഞ്ഞത്.